വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഈ ഒരു പവർ ഗ്രൂപ്പിലുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം മോഹൻലാൽ ഉണ്ടോ, മമ്മൂട്ടി ഉണ്ടോ, അതുപോലെ തന്നെ ഏതൊക്കെ ഡയറക്ടേഴ്സാണുള്ളത്, ഏതൊക്കെ പ്രൊഡ്യൂസേഴ്സാണ് ഉള്ളതെന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ പല മീഡിയാസിലൂടെ നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നതുപോലെ നമുക്ക് ഫസ്റ്റ് ഹിന്റ് തന്നിരിക്കുന്നത് നമ്മുടെ വിനയൻ സാറാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് ഈ ഒരു പവർ ഗ്രൂപ്പിലുള്ളത് എന്നതിനെക്കുറിച്ച്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പിലുള്ളതെന്ന് അറിയാം. അതിലുള്ള ആളുകൾ തന്നെയാണ് അദ്ദേഹത്തെ വളരെ നാളുകളായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം തന്ന ക്ലൂ പ്രകാരം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു മിനിസ്റ്ററാണ് ഈ ഒരു ഗ്രൂപ്പിലുള്ള ഒരാൾ എന്നതാണ്. ഒരു മിനിസ്റ്ററുമാണ്, അതുപോലെ തന്നെ അദ്ദേഹം ഒരു ആക്ടറും ആണെന്നാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള ഒരു ക്ലൂ. അപ്പോൾ ആക്ടർ ആൻഡ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടു പേരാണല്ലോ ഉള്ളത്. ഒന്ന് സെൻട്രൽ മിനിസ്റ്റർ ആൻഡ് ഒന്ന് സ്റ്റേറ്റ് മിനിസ്റ്റർ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു മീഡിയക്കാരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുവാണ് അത് സെൻട്രൽ മിനിസ്റ്റർ ആണോ സ്റ്റേറ്റ് മിനിസ്റ്റർ ആണോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതൊരു സ്റ്റേറ്റ് മിനിസ്റ്റർ ആണ് എന്നുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് മിനിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരേ ഒരു സ്റ്റേറ്റ് മിനിസ്റ്റർ മാത്രമേ ഉള്ളൂ. നേരത്തെ ആണെങ്കിൽ രണ്ടുപേരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഗണേഷ് കുമാർ സാറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 15 അംഗ പവർ ഗ്രൂപ്പിലുള്ള ഒരാളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഗണേഷ് കുമാർ സാറാണെന്നാണ് നമ്മുടെ വിനയൻ സാർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പവർ ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന 1-2 ആൾക്കാരെ നമ്മുടെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അവരെന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, അവരാരെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പവർ ഗ്രൂപ്പ് എന്ന പരാമർശം വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിനകത്തൊരു 15 പേര്, സിനിമയിലെ കരുത്തരായ 15 പേരടങ്ങുന്നതാണ് ഈ പവർ ഗ്രൂപ്പ്, അവരാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് എന്നുള്ള കണ്ടെത്തൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നതോടുകൂടി വലിയ തോതിൽ ഞെട്ടലും അത്ഭുതവും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചവരാണ് നമ്മൾ, അല്ലെങ്കിൽ മലയാളികളൊക്കെ തന്നെ. പക്ഷേ 7 വർഷം മുൻപ് ഈ പവർ ഗ്രൂപ്പിനെ പേരെടുത്ത് പറയാതെ തന്നെ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന, ഈ പവർ ഗ്രൂപ്പിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധി പകർപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നുള്ളതാണ്. അത് വിനയൻ കേസിലാണ്. വിനയൻ കേസ് ഉണ്ടാകുന്നത് 2014-ലാണ്. അതിന്റെ വിധി 2017 വരുന്നു. അതായത് വിനയന് ഒരു വിലക്ക് ഏർപ്പെടുത്തുകയാണ് താരസംഘടനയായ അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയായ ഫെഫ്കയും ഒപ്പം തന്നെ മറ്റ് സിനിമാ സംഘടനകളും ഒക്കെ ചേർന്നുകൊണ്ട് അത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ വിനയന് സിനിമകൾ ചെയ്യാൻ കഴിയാതെ വരുന്നു. അങ്ങനെ വിനയൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിക്കുന്നു. അവർ 2017 ഒരു വിധി പുറപ്പെടുവിക്കുന്നു. വിനയന്റെ മേൽ ചുമത്തപ്പെട്ട വിലക്ക് നീക്കണം, ഒപ്പം തന്നെ അമ്മയുടെയും ഫെഫ്കയുടെയും ഒക്കെ പേരിൽ പിഴ ചുമത്തുകയും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്തു. പക്ഷേ അതിനകത്ത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ വിനയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള സിനിമയിലെ അപ്രഖ്യാപിത വിലക്കുകളൊക്കെ ഏർപ്പെടുത്തിയ ആളുകളുടെ പേരുകൾ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്നത് വിനയന്റെ എല്ലാ നീക്കങ്ങളെയും തടുത്തുകൊണ്ടാണ് ഈ പറയുന്ന കരുത്തരായിട്ടുള്ള താരങ്ങൾ, സംവിധായകരൊക്കെ തന്നെ നിന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് ഇവർ ചേർന്നുകൊണ്ടാണ് വിനയൻ രൂപീകരിച്ച സിനിമാ ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന, അതായത് പുതിയ അഭിനേതാക്കളെ വെച്ചുകൊണ്ട് കുറഞ്ഞ ബജറ്റിൽ സിനിമ ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ തകർച്ചയ്ക്ക് കാരണം മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടക്കമുള്ള സൂപ്പർ താരങ്ങളാണെന്നുള്ള കണ്ടെത്തലാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതിന്റെ പ്രധാന കാരണമായി ഈ കമ്മീഷൻ നിരീക്ഷിക്കുന്നത് ഇവരുടെ കരിയറിന് ഭീഷണിയാകുമോ ഈ സിനിമാ ഫോറം എന്നുള്ളതാണ്. അതായത് പുതിയ അഭിനേതാക്കൾ വരുമ്പോൾ ഭീഷണിയാകും, അതായത് കുത്തകയാക്കി വെച്ചിരിക്കുന്ന എല്ലാത്തരം സൗകര്യങ്ങളും വിട്ടുകൊടുക്കേണ്ടി വരുമെന്നുള്ളൊരു ഭയമാണ് ഇതിന് കാരണമെന്നുള്ളതാണ് അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ വിനയൻ ദിലീപിനെതിരെ സംസാരിച്ചതാണ് ഇതിന്റെ എല്ലാം തുടക്കമായി വരുന്നത്. ദിലീപിന്റെ ചില പ്രവണതകൾക്കെതിരെ വിനയൻ പരസ്യമായി സംഘടനയിലൊക്കെ തന്നെ സംസാരിച്ചു. ആ സംസാരിച്ചത് പിന്നീട് പോയത് മാക്റ്റയുടെ തകർച്ചയിലേക്കാണ്. വിനയൻ രൂപീകരിച്ച മാക്റ്റ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിനയൻ അതിന്റെ തലപ്പത്തിരിക്കുന്ന മാക്റ്റ എന്ന് പറയുന്ന സംഘടനയെ തകർത്തത് ദിലീപാണ്. എന്നിട്ട് ഫെഫ്കയുടെ രൂപീകരണത്തിലേക്ക് എത്തി. ബി ഉണ്ണികൃഷ്ണനും ഒക്കെ തന്നെ നേതൃത്വം നൽകുന്ന ഫെഫ്കയുടെ രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ദിലീപാണ് എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ദിലീപ് അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്കെതിരെ സംസാരിക്കുകയായിരുന്നു വിനയൻ.
അതുകൊണ്ട് തന്നെ വിനയന്റെ സിനിമയിൽ ആരും പ്രവർത്തിക്കരുത് എന്നുള്ള അപ്രഖ്യാപിത വിലക്ക് മലയാള സിനിമയിൽ പലർക്കും ഏർപ്പെടുത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു പ്രമുഖ നടനായിട്ടുള്ള തിലകൻ, മലയാള സിനിമയുടെ പെരുന്തച്ചനായിട്ടുള്ള തിലകൻ. ആ തിലകനെ നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ആ ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട റോൾ ചെയ്യേണ്ടിയിരുന്ന ആളാണ് തിലകൻ. ആ തിലകനെ സിനിമയിൽ നിന്ന് വിലക്കിയതിന്, ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ നിന്ന് വിലക്കിയതിന് പിന്നിൽ മമ്മൂട്ടിയും മോഹൻലാലുമാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഇതിനകത്ത് വരുന്നു. മാത്രമല്ല ഈ തിലകന് വിലക്ക് ഏർപ്പെടുത്തുന്നതിലേക്ക് അല്ലെങ്കിൽ അമ്മ തിലകനെ പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ പറയുന്ന വിനയന്റെ സിനിമകളിൽ അഭിനയിക്കുക, ചില കാര്യങ്ങൾ തുറന്നു പറയുക, അത്തരം ചില സംഭവങ്ങളാണ് തിലകനെ പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. മാത്രമല്ല ഈ വിനയന്റെ സിനിമയുമായി സഹകരിച്ച ചില പ്രധാനപ്പെട്ട നടന്മാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത് മലയാള സിനിമയിൽ മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന, ആരാധിക്കുന്ന ചില സംവിധായകർ കൂടിയുണ്ട് എന്നുള്ളതാണ്. ബി ഉണ്ണികൃഷ്ണൻ, സിബി മലയിൽ, നിർമ്മാതാവ് സിയാദ് കോക്കർ എന്നിവരടക്കം ഈ പിന്തിരിപ്പിക്കൽ വ്യക്തികളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളുടെ പേരുകൾ പറയുന്നത് നടൻ മധു, അതായത് മുതിർന്ന നടനായിട്ടുള്ള മധുവിനെ ഈ വിനയന്റെ പടത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതിന് പിന്നിൽ സിയാദ് കോക്കറും ബി ഉണ്ണികൃഷ്ണനുമാണെന്നുള്ള കണ്ടെത്തൽ കമ്മീഷൻ റിപ്പോർട്ടിൽ വരുന്നു, കമ്മീഷന്റെ വിധിപ്പകർപ്പിൽ വരുന്നുണ്ട്. മറ്റൊന്ന് ഇന്ദ്രൻസിനെ, നടൻ ഇന്ദ്രൻസിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അമ്മ നേരിട്ട് മുൻകൈയെടുത്ത് രംഗത്ത് വന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല പല നിർമ്മാതാക്കളും വിനയന്റെ സിനിമകൾ ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്നു. അവരെ എല്ലാം പിന്തിരിപ്പിച്ചത് ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും ചേർന്നാണ്. അവിടം കൊണ്ടും തീരുന്നില്ല, നടൻ ജയസൂര്യയെ ഈ പറഞ്ഞു വിലക്കിയത്, അതായത് വിനയന്റെ പടത്തിൽ ഇനി അഭിനയിക്കരുത്. വിനയന്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയസൂര്യ ഏറ്റവും ആദ്യം അഭിനയിക്കുന്നത് വിനയന്റെ പടമാണ്. അതിനുശേഷം തന്റെ ഗുരുസ്ഥാനീയനായി കണ്ടിരുന്ന വിനയന്റെ പടങ്ങളിൽ കൂടുതലായി അഭിനയിക്കാൻ ജയസൂര്യ തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങനെ തയ്യാറെടുത്ത ജയസൂര്യ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിലക്കിയത് സിബി മലയിലാണ് എന്നുള്ളത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നൽകിയിട്ടുള്ള മൊഴികളിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. അപ്പൊ പവർ ഗ്രൂപ്പിലെ അടുത്ത മെമ്പേഴ്സ് മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് ആണെന്നാണ് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിലകൻ സാറിനെ പോലെയുള്ള പലരെയും വിലക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും ചേർന്നിട്ടാണെന്നാണ് ഈ ഒരു കോമ്പറ്റീഷൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മുടെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വിനയൻ സാറിന്റെ പരാതിയെ തുടർന്നാണ്. 2017 അദ്ദേഹത്തിന്റെ വിലക്ക് നീക്കിക്കൊണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ വിധി പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. ഇതിലാണ് സിനിമയിലെ ലോബിയെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലോബി തന്നെയാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വിനയൻ സാറിന്റെ സംരംഭകമായിട്ടുള്ള ഫോറം തകർത്തത് മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും ചേർന്നാണ് എന്ന് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുതുമുഖങ്ങളെ വെച്ചിട്ട് കുറഞ്ഞ ചെലവിൽ സിനിമ എടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഫോറം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാനം നഷ്ടപ്പെടുക എന്നുള്ള ഒരു ഭയമായിരിക്കണം മേ ബി ദിലീപിനെയും മോഹൻലാലിനെയും മമ്മൂട്ടിനെയും കൊണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ കലാസംവിധായകനായിട്ടുള്ള അനിൽ കുമ്പഴയുടെ അടുത്ത് ദിലീപ് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് വിനയൻ സാറിന്റെ സിനിമയുമായി സഹകരിക്കാൻ പാടില്ല എന്നുള്ളത് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വിനയൻ സാറ് ദിലീപിനെതിരെ സംസാരിച്ചതോടുകൂടിയാണ് ദിലീപ് അമ്മയുടെ സഹായത്തോടു കൂടി മാക്ട എന്ന സംഘടന തകർത്തതെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന പേരുകൾ നമ്മുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള പി ഉണ്ണികൃഷ്ണന്റെയും സിബി മലയിന്റെയും പിന്നെ അതുപോലെ തന്നെ ഇടവേള ബാബുവിന്റെ പേരും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നമ്മുടെ വിനയൻ സാറിന്റെ പല സിനിമകളിൽ നിന്നും പ്രൊഡ്യൂസേഴ്സ് പിന്മാറാനായിട്ട് കാരണം ഇവരെ വിളിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയത് മൂലമാണെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നല്ലോ, മോഹൻലാലിന്റെ മൂവി. അപ്പോൾ ആ ഒരു മൂവിയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ തിലകൻ സാർ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിനെ അതിൽ നിന്നും മാറ്റിയത് മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നിട്ടാണ് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ദ്രൻസിനെയും ഇവർ വിലക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റിപ്പോർട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജയസൂര്യനെ കുറിച്ചാണ്. ജയസൂര്യനെ ഫിലിമിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ വിനയൻ സാറിന്റെ ഫസ്റ്റ് മൂവി ആയിട്ടുള്ള ഉമ്മപ്പെണ്ണൻ ഒരുയാട പയ്യൻ എന്ന് പറഞ്ഞ മൂവിയിലൂടെയാണല്ലോ നമ്മുടെ ജയസൂര്യ സിനിമയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം വിനയൻ സാറിന്റെ മൂവിയായിരുന്നു അത്. അപ്പം ജയസൂര്യ ഇദ്ദേഹത്തിന്റെ കൂടെ കൂടുതൽ മൂവീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഡയറക്ടറായിട്ടുള്ള സിബി മലയിൽ ജയസൂര്യനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പവർ ഗ്രൂപ്പിലുള്ള ഒരു 5-6 ആൾക്കാരുടെ പേര് ഇപ്പൊ ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞല്ലേ. ഒന്ന് നമ്മുടെ ഗണേഷ് കുമാർ സാർ, 2 മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ ബി ഉണ്ണികൃഷ്ണൻ, സിബി മലയിൽ, ഇടവേള ബാബു,
ദിലീപ്, അങ്ങനെ ഒരു 7 ആൾക്കാരുടെ പേര് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ആളുകളുടെ പേരുകൾ കൂടെ വെളിപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ബാല ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സ്മോൾ പോർഷൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ബാല പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. നടന്ന കാര്യം ഞാൻ പറയാം. ഇതിനു മുമ്പ് ബാല എന്ന് പറയുന്ന വ്യക്തി പേരെടുത്ത് പറഞ്ഞിട്ടില്ല. മറ്റേ ആക്ടേഴ്സ് പോലെ ഒരു വ്യക്തി സിനിമയിലുണ്ട്, ഒരു നടനുണ്ട്, ഒരു പ്രൊഡ്യൂസറുണ്ട്, ഒരു ഒരു എന്താ പറയാ, ഞാൻ പേരെടുത്ത് പറഞ്ഞതാണോ ഇല്ലയോ, മ്യൂസിക് ഡയറക്ടറുണ്ട്, പേരെടുത്തല്ലേ പറഞ്ഞ. ഇവിടെയും പെണ്ണുകൾ ആണുകളെ പ്രശസ്തിക്ക് വേണ്ടി ചീറ്റ് ചെയ്യുന്ന പെണ്ണുകളുണ്ട്. അതേപോലെ ആണുകൾ കാമകൊടൂരர்கள் ഇവിടെ ഉണ്ട്. കാമകൊടൂരன்னா കൊടൂരமான സെക്സ് പെർവേർട്സ് ഇവിടെ ഉണ്ട്. ഞാൻ എവിഡൻസോട് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നാലും ആൾറെഡി രജിസ്റ്റർഡ് ക്രിമിനൽ കേസുക്ക് കേരളത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. ஒரு சிறிய இன்சிடென்ட் சொல்றேன், ஒரு சின்ன இன்சிடென்ட் நிறைய இருக்கு. இப்போ என்னன்னா ஒரு ஏதாவது ஒரு ஒரு பெண்ணு கேஸோ ஏதோ ஒரு கேஸ்னா துபாய்க்கு ஓடி போயிருவீங்க. எப்படி துபாய்க்கு ஓடி போவோம். துபாய்க்கு ஓடி போய் 1 மாசம் இருக்கும். அந்த ரீசன் എന്താ, 1 മാസത്തിൽ നിങ്ങൾ എല്ലാവരും മറന്നു പോകും. എത്ര നാൾ ന്യൂസ് ഇടും? ഒരു 4 ദിവസം 5 ദിവസം 6 ദിവസം. ഇപ്പോൾ അവിടെ പോയി ദുബായിൽ പോയിട്ട് നല്ല കല്ല് കുടിച്ചിട്ട് ജാലിயாக இருக்கேன் ദുബായിൽ. അப்புறம் ജാമ്യനും കിട്ടും. അപ്പൊ ബാല പറഞ്ഞതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് എന്ത് നടപടിയാണ് എടുക്കുക എന്നുള്ളതും നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇത് എവിടെയും എത്താനായിട്ട് പോകുന്നില്ല. കുറച്ച് ദിവസം എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നല്ലാതെ ഇത് എങ്ങും എത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈവൻ ഇപ്പൊ ഏതെങ്കിലും ഒരു നടി കേസ് കൊടുത്താൽ തന്നെ ഈസി ആയിട്ട് ആ ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ അതർ ഏതെങ്കിലും കൺട്രീസിൽ പോയി സുഖമായിട്ട് അവിടെ ഒരു മാസത്തെ സുഖ ചികിത്സ നടത്തുകയും അതിനുശേഷം ജാമ്യം എടുത്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയും സുഖമായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുകയും ഇതൊക്കെ അറിയാമെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.